വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം കുടുംബാംഗങ്ങളുടെ ഖബർ സന്ദർശിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട് അവിടെ നിന്ന് വിവരങ്ങളുമായി. ഉമേഷ്, വല്ലാതെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഉമേഷ്, എന്ത് പറയാനാണ്, എന്ത് ചോദിക്കാനാണ്? സ്മിത, ഒരുപക്ഷെ ഈ മകൻ കൊന്ന ഒരു കുടുംബത്തിലെ 4 അംഗങ്ങളെ കാണാൻ പിതാവ് വരുന്നു എന്നൊരു കാഴ്ച, അതും യാത്രാവിലക്കുണ്ടായിരുന്ന ഒരു പിതാവ് സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിലേക്ക് എത്തുന്നു. നിസ്സഹായനായ ഒരു മനുഷ്യൻ 7 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്തുന്നത് ഈ ഖബറുകൾ കാണാനാണ് എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ ഏറ്റവും വേദനിപ്പിക്കുന്നത്. ഈ ഖബറിൽ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ നമുക്ക് വിവരിക്കാൻ കഴിയില്ല. അതൊരു സാധാരണ മനുഷ്യന്മാരുടെ വേദന, ആ വേദനയുടെ ഏറ്റവും അങ്ങേയറ്റ തലത്തിൽ നിന്ന് നിസ്സഹായനായി വേദനയോടെ ഖബറിന് മുന്നിൽ നിൽക്കുന്ന കാഴ്ച. ഇവിടെ 4 ഖബറുകളാണ്. അതായത് താഴെ പാങ്ങോട് ജുമാ മസ്ജിദിൽ അടക്കിയിരിക്കുന്നത് 4 പേരുടെ മൃതദേഹങ്ങളാണ്. സ്വന്തം പെറ്റമ്മയായ സൽമ ബീവി, സഹോദരൻ ലത്തീഫ്, സഹോദരൻ്റെ ഭാര്യ ഷാജിദ ബീവി, സ്വന്തം മകൻ ഇളയ മകനായ അഫ്സാൻ, ഈ 4 പേരുടെ മൃതദേഹമാണ് ഈ ജുമാ മസ്ജിദിൽ ഉള്ളത്. നിറക്കണ്ണുകളോടെ നമുക്ക് ഒരുപക്ഷെ ഒരിക്കലും ഒരു ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പോലും ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ ഒരു മനുഷ്യനും കടന്നു പോകാൻ കഴിയില്ല. അതല്ലെങ്കിൽ അത് താങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയൂ. ഭാര്യ ഇപ്പോൾ അതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നു. മകൻ നിഷ്കരുണം കൊല ചെയ്ത 4 ഉറ്റവരുടെ ഖബറുകൾ കാണാൻ വേണ്ടി അദ്ദേഹം എത്തിയിരിക്കുന്നു. ആ കാഴ്ചകളാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് എന്തു ഈ സാധാരണ ഒരു പല കാഴ്ചകളും നമ്മൾ ലൈവിൽ വിവരിക്കുന്നത് പോലെ അല്ല. അത്രത്തോളം ഓരോ മനുഷ്യനും ഈ കാഴ്ചകളിൽ നിന്ന് കൃത്യമായി അത് വിവരണം നൽകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് കഴിയുക. പക്ഷേ ആ ഖബറുകൾക്ക് മുന്നിലിരിക്കുന്ന ആ കാഴ്ച ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 7 വർഷം അദ്ദേഹം യാത്രാവിലക്ക്, സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് യാത്രാവിലക്ക് അനുഭവിച്ച് കാലങ്ങളായി വിദേശത്ത് കഴിഞ്ഞിരുന്ന ആ മനുഷ്യന് നാട്ടിലേക്ക് എത്തേണ്ടി വരുന്നത് ഈ ഖബറുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ആയിരുന്നല്ലോ എന്നൊരു എന്താ പറയുക, ഒരു വിഷമത്തോടു കൂടി എന്തായാലും കൂടെ നിൽക്കുന്നവർക്കും ഇത് കാണുന്ന ഓരോരുത്തർക്കും അത്രത്തോളം വൈകാരികമാകും ഈ കാഴ്ച. വളരെ വിഷമത്തിൻ്റെ ആഴമെന്ന് നമുക്കൊരിക്കലും അത് ഒരു സാധാരണ ഒരു അളവുകോൽ വെച്ചെന്ന് നമുക്കത് പറയാൻ കഴിയില്ല. അത്രത്തോളം പ്രതിസന്ധികൾ നേരിട്ട കാലങ്ങളായിരുന്നു അദ്ദേഹത്തിന് കടന്നുപോയത്. ആ കടന്നുപോയ 7 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് എത്തുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ സ്വപ്നവും കൂടിയായിരുന്നു. പക്ഷേ അതെത്താൻ വഴിയൊരുങ്ങുന്നത് ഇത്തരം ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കുക, അല്ലെങ്കിൽ ദുരന്തത്തെ തോളിലേറ്റാൻ വേണ്ടിയാണല്ലോ എന്നുള്ളതാണ്. സ്വന്തം ഉമ്മ, സ്വന്തം മകൻ, സ്വന്തം സഹോദരന്റെ ഭാര്യ വരുന്നത് പോലും വല്ലാത്ത വേദനയാണ്. അപ്പോൾ പിന്നെ ഈ ദൃശ്യങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഒരുപാട് വാക്കുകളിലൂടെയൊന്നും ആ മനുഷ്യന്റെ നിസ്സഹായതയും വേദനയും ഒന്നും നമുക്ക് വിവരിക്കാൻ കഴിയില്ല. ഇതുപോലൊരു അവസ്ഥയിലൂടെ ഒരു മനുഷ്യനും കടന്നു പോകാതിരിക്കട്ടെ, അദ്ദേഹത്തിന് കരുത്ത് ഉണ്ടാകട്ടെ ഇതിനെ അതിജീവിക്കാൻ എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല.